കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനമായ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര തിരുവുത്സവം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നടത്താൻ തീരുമാനം. ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തൃക്കാരിയൂർ ദേവസ്വം ബോർഡ് ഓഫീസിൽ യോഗം ചേർന്നു. ആന്റണി ജോൺ MLA അധ്യക്ഷനായിരുന്നു. മാർച്ച് 15 കൊടിയേറി മാർച്ച് 24 ആറാട്ടോടുകൂടിയാണ് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര തിരുവുത്സവം അവസാനിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച ക്ഷേത്ര പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂം പ്രവർത്തിക്കും. വേസ്റ്റ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കും. ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കുടിവെള്ള വിതരണവും ഭക്ഷണ വിതരണവും താൽക്കാലിക കടകൾ എന്നിവ പ്രവർത്തിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി. നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഏകോപനത്തോടെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താനും ആംബുലൻസ് സൗകര്യം ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രത്യേക ശ്രദ്ധയും സേവനവും ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൊടും വേനലിൽ ഭക്തർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനാവശ്യമായ ക്രമീകരണം നടത്തും. ക്ഷേത്ര പരിസരത്തെ കേടായ വഴിവിളക്കുകൾ അടിയന്തരമായി നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നന്നാക്കും. ഉത്സവ ദിവസങ്ങളിൽ തൃക്കാരിയൂരിൽ വൈദ്യുത തടസ്സമുണ്ടാകാതിരിക്കാൻ KSEBയുടെ പ്രത്യേക ശ്രദ്ധയുണ്ടാകണമെന്നും യോഗം നിർദ്ദേശിച്ചു. തൃക്കാരിയൂർ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുമെന്നും നാടിന്റെ ആകെ ഉത്സവമായി മാറ്റുന്നതിനുള്ള പൂർണ്ണ സഹകരണം എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു.